വീണ്ടും ഒരു പ്രസംഗവേദിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പഠന വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് ഒമർ ഖയ്യാം ജീവിതവും എന്ന വിഷയമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒമർ ഖയ്യാം ജീവിതം. പ്രിയമുള്ളവരെ, ആരായിരുന്നു ഒമർ ഖയ്യാം? അല്ലെന്നുണ്ടെങ്കിൽ ഒമർ ഖയ്യാമിൻ്റെ ജീവിത രീതികൾ, ആരായിരുന്നു അദ്ദേഹം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. പേർഷ്യൻ കവിയായിരുന്ന ഒമർ ഖയ്യാം ഒരു സാധാരണ കുടുംബത്തിൽ 1048 മെയ് മാസം 18 ജനിക്കുന്നത്. അദ്ദേഹം ഒരു പേർഷ്യൻ കവി മാത്രമായിരുന്നില്ല, ഒരു തത്വജ്ഞാനിയും അതുപോലെ തന്നെ ഗണിതശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ ജ്യോതിശാസ്ത്ര മേഖലയിലും കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയായിരുന്നു ഉമർ ഖയ്യാം. ഖൈമ എന്ന വാക്കിൽ നിന്നാണ്, ഖൈമ എന്ന അറബിക് പദത്തിൽ നിന്നാണ് ഖയ്യാം എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. ഉമർ ഖയ്യാമിൻ്റെ കവിതകൾ വായിച്ചതിനകത്ത് എനിക്കേറെ ഇഷ്ടപ്പെട്ട 2 വരികളാണ്: നടന്നു തുടങ്ങുക, വഴി താനെ തെളിഞ്ഞു വരും. അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയ മറ്റൊരു കവിതയാണ്: നിങ്ങൾ മനുഷ്യ ജീവിതത്തെ ആസ്വദിക്കുക, മനുഷ്യ സ്നേഹത്തെ മനസ്സിലാക്കുക. മനുഷ്യ ജീവിതത്തെ ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ നദി ആസ്വദിക്കാൻ കഴിയില്ല എന്ന് എഴുതിയ മറ്റൊരു കവിതയുണ്ട് അദ്ദേഹത്തിൻ്റെ. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഉമർ ഖയ്യാമിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നല്ല വിദ്യാഭ്യാസം ചെയ്ത് ശാസ്ത്രപരമായിട്ടും സാഹിത്യപരമായിട്ടും തൻ്റെ കഴിവുകൾ തെളിയിച്ച വ്യക്തിയാണ്. 20-ാമത്തെ വയസ്സിൽ അദ്ദേഹം സുൽത്താൻ മാലിക് ഷായുടെ കൊട്ടാരത്തിൽ ജോലി ലഭിക്കുകയുണ്ടായി. ജ്യോതിശാസ്ത്രപരമായ കഴിവിലാണ് അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ ജോലി ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഗണിതശാസ്ത്രത്തിൽ വലിയൊരു ഗ്രന്ഥം അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. ഉമർ ഖയ്യാമിൻ്റെ ജീവിത രീതിയിൽ അദ്ദേഹം സുൽത്താൻ മാലിക് ഷായോടൊപ്പം മുന്നോട്ട് പോകുന്ന സമയത്ത് കലണ്ടർ പരിഷ്കരണത്തിൽ അദ്ദേഹം മുന്നിട്ട് നിന്നതായിട്ടും അതിലൊരു പ്രധാന അംഗമായിരുന്നുവെന്നും കാണാനെ കൊണ്ട് സാധിക്കും. അന്ന്, അതായത് ക്രിസ്തുവർഷം 1079 അദ്ദേഹം സംഭാവന ചെയ്തതായ ജലാലി കലണ്ടർ, ഇറാനിൽ അദ്ദേഹം ചെയ്ത വലിയൊരു സംഭാവനയാണ് ജലാലി കലണ്ടർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ ജീവിത രീതികളിൽ മുന്നോട്ട് പോയ സമയത്താണ് അദ്ദേഹം അവിസന്നയുടെ ധർമ്മോപദേശങ്ങൾ എന്ന് പറയുന്നതായ ഗ്രന്ഥവും എഴുതുന്നത്. ഉമർ ഖയ്യാമിൻ്റെ പൂർവികർ അല്ലെന്നുണ്ടെങ്കിൽ തൻ്റെ കുടുംബ പശ്ചാത്തലം എടുത്ത് നോക്കുമ്പോൾ അവരൊക്കെ കൂടാര നിർമ്മാതാക്കളായിരുന്നു. സാധാരണ ജീവിതം നയിച്ചിരുന്ന വ്യക്തികളായിരുന്നു ഉമർ ഖയ്യാമിൻ്റെ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള കഴിവുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ലഘുയന്ത്രങ്ങൾ, അതുപോലെ തന്നെ കളിമണ്ണ് കൊണ്ടുണ്ടാക്കുന്നതായ ചെറിയ ചെറിയ വസ്തുക്കൾ, അതൊക്കെ നിർമ്മിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം ആ കഴിവുകളും അതോടൊപ്പം തന്നെ തൻ്റെ കഴിവുകളും തൻ്റെ വിദ്യാഭ്യാസപരമായ സാഹിത്യപരമായ കഴിവുകളും അദ്ദേഹം അവിടെ തെളിയിച്ചതായിട്ട് നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കും. ഉമർ ഖയ്യാം 11-ാം നൂറ്റാണ്ടിൻ്റെ കവി എന്നാണ് അറിയപ്പെടുന്നത്. ഉമർ ഖയ്യാമിൻ്റെ കവിതകൾ ഇറാനിൽ നിന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കവിതകൾ അദ്ദേഹം സുൽത്താൻ മാലിക് ഷായുടെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത്, അല്ലെന്നുണ്ടെങ്കിൽ കൊട്ടാരം വൈദ്യനായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം റൂബിയത്ത് എന്ന് പറയുന്നതായ ഒരു സമാഹാരം, അതുപോലെ തന്നെ കവിതാ സമാഹാരം പുറത്തിറക്കുകയുണ്ടായി. സുൽത്താൻ മാലിക് ഷാ
അദ്ദേഹത്തിൻ്റെ വളരെ അഭിമാനത്തോടു കൂടി അദ്ദേഹത്തിന് നദീം സുൽത്താൻ്റെ സഖാവ് എന്ന കീർത്തി സംഭാവന ചെയ്യുകയുണ്ടായി. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, ഒരു രാജ്യത്ത് എത്രമാത്രം ആവശ്യമുണ്ടായിരുന്നു, എത്രമാത്രം കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളിലൂടെയും വായിച്ചെടുക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ കവിതകൾ വിവർത്തനം ചെയ്തതായും കാണാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എഡ്വേർഡ് ഹെറാൾഡ് എന്ന് പറയുന്ന വ്യക്തി 1882 ദ ട്രാവൽ ഓഫ് ഒമർ ഖയ്യാം എന്ന് പറയുന്നതായ പുസ്തകം 253 കവിതകളാൽ പുറത്തിറക്കി. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത വർഷം അത് 500 കവിതകളായിട്ട് പുറത്തിറക്കി. അതേപോലെ തന്നെ എഴുത്തുകാരനായ ജസ്റ്റിൻ മാർത്തി അദ്ദേഹത്തിൻ്റെ 446 കവിതകൾ 1889 വിവർത്തനം ചെയ്തു. മലയാള ഭാഷയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ജി ശങ്കരക്കുറുപ്പ്, അതേപോലെ തന്നെ തിരുനെല്ലൂർ കരുണാകരൻ, കെ ജയകുമാർ എന്നിവർ അദ്ദേഹത്തിൻ്റെ കവിതകൾ വിവർത്തനം ചെയ്തു മലയാള ഭാഷയിലേക്ക്. വിവരമില്ലാത്ത സമയത്ത് ജീവിച്ചതായ ജീവിതമാണ് സ്വർഗമെന്ന് വിവരമുള്ളപ്പോഴാണ് അറിഞ്ഞത് എന്നൊരു കവിതയുണ്ട്. അതേപോലെ തന്നെ പ്രണയമില്ലെങ്കിൽ എല്ലാം ബാധ്യതകളാവും, സംഗീതമെല്ലാം ശബ്ദമാകും, നൃത്തമെല്ലാം വെറും പ്രവൃത്തിയാകും. അതേപോലെ തന്നെ പ്രണയമില്ല എന്നുണ്ടെങ്കിൽ ആകാശത്ത് നല്ല മാനത്ത് നിന്ന് പെയ്യുന്ന മഴത്തുള്ളികൾ കടലിൽ വന്ന് പതിച്ചു നിൽക്കുക, അതിൽ ഒരു കണിക പോലും മുത്തുകളായി മാറുകയില്ല എന്നും മറ്റൊരു കവിതയിൽ വായിക്കാനൊക്കെ സാധിക്കും. ഉമർ ഖയ്യാമിൻ്റെ കവിതകളിൽ പ്രണയത്തെക്കുറിച്ചും മദ്യശാലകളെക്കുറിച്ചും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചുമൊക്കെ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും ആത്മീകപരമായ രീതിയിൽ ദോഷം ചെയ്യുന്നതല്ല എന്നാണ് മതപണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. 1131 തൻ്റെ ജന്മനാടായ നിശാപൂരിൽ വെച്ച് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഈ ദിവസം ഉമർ ഖയ്യാമിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റിയും സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഈ ഒരു പ്രസംഗം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഉമർ ഖയ്യാം ആരായിരുന്നു, അദ്ദേഹം എവിടെ ജനിച്ചു, അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം, അദ്ദേഹം ചെയ്തതായ കുറേ കവിതകൾ, അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതായ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾ, അദ്ദേഹത്തിൻ്റെ കവിതകൾ എവിടെയൊക്കെ വിവർത്തനം ചെയ്തു, ആരൊക്കെ അത് എഴുതി എന്നുള്ളത് കൂടെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു പ്രസംഗത്തെ അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രസംഗത്തെ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കൊണ്ട് സാധിക്കും. ഒരുപാട് സ്പീഡിലല്ലാതെ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ശക്തമായ വാക്കുകളാൽ ഈ പ്രസംഗത്തെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പറയാനൊക്കെ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു പ്രസംഗം കൂടെ നിങ്ങൾ കേട്ടതിൽ, ശ്രദ്ധിച്ചതിൽ, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് തരാനെ കൂടെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ നിർത്തുന്നു.